بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, സൂറത്ത് അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ സൂറത്തിൻ്റെ ലക്ഷ്യം, മഖ്സദ് നമ്മൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനാകുന്ന ഈ ഉത്ബോധനം, അത് ഉൾക്കൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യം, അതുപോലെ ഈ വിശുദ്ധ ഖുർആൻ നിഷേധിക്കുന്ന, തിരിഞ്ഞു കളയുന്ന ആളുകളെ അള്ളാഹുവിന് ആവശ്യമില്ല, ഖുർആന് അതുകൊണ്ട് യാതൊരു കുറവും വരുന്നില്ല എന്ന കാര്യമാണ് ഈ സൂറത്ത് പ്രധാനമായും ഉൾക്കൊള്ളുന്നത്. അത് സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് കഴിഞ്ഞ സൂറത്ത് നാസിയാത്തിലെ അവസാനത്തിലുണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ സൂറത്ത് അല്ലാഹു തആല തുടങ്ങിയിരിക്കുന്നത്. സൂറത്തു നാസിയാത്തിൽ അവസാനം പറഞ്ഞത് എന്താണ്? ഇന്ന ഫി ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ഷ എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തുകൾ, വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളും സൂറത്തുകളും, അതിൽ നിന്ന് ഉപകാരമുണ്ടാവുക അള്ളാഹുവിനെ പേടിക്കുന്നവർക്കാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം ഈ സൂറത്തിൽ വിശദീകരിക്കുകയാണ്. പേടിക്കുന്നയാളും പേടിക്കാത്തയാളും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും ഈ വഹി കേൾക്കുന്നു, ഖുർആൻ കേൾക്കുന്നു. മുശ്രിക്കുകൾ, ഖുറൈശികളായ മുശ്രിക്കുകൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ ഇരുന്ന അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കേൾപ്പിച്ച സംഭവമാണ് ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം. അവിടെ രണ്ട് വിഭാഗവുമുണ്ട്. രണ്ടുപേരും അറബികളാണ്. ഒന്ന് മുശ്രിക്കുകളാണ്, ഉബയ്യ് ഇബ്നു ഖലഫും അതുപോലെയുള്ള മുശ്രിക്കുകളുടെ നേതാക്കന്മാരും. ഇപ്പുറത്ത് അബ്ദുല്ലാഹ് ബിനു ഉമ്മ മക്തൂം, അദ്ദേഹവും അറബിയാണ്. രണ്ടു കൂട്ടർക്കും ഖുർആൻ മനസ്സിലാകും. രണ്ടു പേർക്കും ഇത് പറഞ്ഞു കൊടുക്കുന്നത്, ഓതി കൊടുക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടുപേരും കേൾക്കുന്നത് ഒരേ ആയത്തുകളാണ്. പക്ഷേ ഒരു വിഭാഗം, അവരെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഫമ അലൈക അല്ലാ യസ്സക്ക, അവർ സ്വയം ശുദ്ധീകരിക്കുന്നില്ല, സ്വയം സംസ്കരിക്കുന്നില്ല, അവരുടെ വഴികേടിൽ തുടരുകയാണ്. അവരങ്ങനെ തുടർന്നു കൊള്ളട്ടെ, അതുകൊണ്ട് നിനക്ക് യാതൊരു നഷ്ടവുമില്ല, അതിൽ നീ വിഷമിക്കേണ്ടതില്ല. എന്നാൽ ഈ അന്ധനായ സഹാബിയെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ, അദ്ദേഹത്തിന് ഈ ഉത്ബോധനം കൊണ്ട് ഉപകാരമുണ്ടായേക്കാം, അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ അവഗണിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞ ആ യാഥാർത്ഥ്യം, അത് ഒരു ഉദാഹരണ സഹിതം ഈ സൂറത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഖുർആൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന ചില ആയത്തുകൾ പറഞ്ഞു. ഖല്ല ഇന്നഹ തദ്കിറ, ഈ ഖുർആൻ ഒരു ഉത്ബോധനമാകുന്നു. ഫമൻ ഷാ ദക്കറ, അത് ഉദ്ദേശിക്കുന്നവൻ സ്വീകരിച്ചു കൊള്ളട്ടെ, നിഷേധിക്കുന്നവൻ നിഷേധിച്ചു കൊള്ളട്ടെ, അള്ളാഹുവിന് നഷ്ടമൊന്നുമില്ല. എന്നിട്ട് ഖുർആനെ പുകഴ്ത്തി പറയുകയാണ്, ഫി സുഹഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹറ, ഈ ഖുർആൻ അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നത് സംരക്ഷിക്കപ്പെട്ട ലൗഹുൽ മഹ്ഫൂദിലാണ്. അതിൻ്റെ കാവൽക്കാർ, ആ ലൗഹുൽ മഹ്ഫൂദ്, അതുമായി ഇടപഴകുന്നവർ, അത് മലക്കുകളാണ്, പരിശുദ്ധരായ മലക്കുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഖുർആനെ പുകഴ്ത്തുന്നു. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഈ തിരിഞ്ഞു കളയുന്ന ആളുകൾ, അവരുടെ ആ ഇഅറാദ്, അവരുടെ നിഷേധം, അത് കാരണം ഖുർആൻ യാതൊരു കുറവും വരുന്നില്ല. കാരണം ഇത്രയും ഉന്നതമായ സ്ഥാനമാണ് ഖുർആൻ്റേത്. അത് മനുഷ്യൻ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും, ലോകത്തുള്ള എല്ലാ മനുഷ്യരും നിഷേധിച്ചാലും ഖുർആന്, അല്ലെങ്കിൽ ആ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവിന് യാതൊരു നഷ്ടവും വരികയില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത്. പിന്നീട് വീണ്ടും ഇങ്ങനെ തിരിഞ്ഞു കളയുന്ന, നിഷേധിക്കുന്ന, ഖുർആൻ ഉൾക്കൊള്ളാതെ പരിഹസിക്കുന്ന ആളുകൾക്ക് താക്കീതായിക്കൊണ്ടാണ് ഇനിയുള്ള ആയത്തുകൾ. അതും ഈ സൂറത്തിൻ്റെ ഉദ്ദേശവും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. ഖുർആൻ അത് കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള പ്രോത്സാഹനമാണ് ഈ സൂറത്ത്. നിഷേധിക്കുന്നവരുടെ നിഷേധം കൊണ്ട് അള്ളാഹുവിനൊരു നഷ്ടവുമില്ല എന്ന് പറയുന്ന സൂറത്താണ്. പിന്നീട് ആ നിഷേധിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്തുകളാണ്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ അവൻ നശിച്ചു പോകട്ടെ. ഖുതില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്, കൊല്ലപ്പെടട്ടെ എന്നാണ് ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ നശിച്ചു പോകട്ടെ എന്നർത്ഥം. ഖുതിലൽ ഇൻസാൻ, അൽ ഇൻസാൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാഫിറാണ്. തഫ്സീറുകൾ കാണാം, അൽ ഇൻസാൻ അൽ കാഫിർ, നിഷേധിയായ മനുഷ്യൻ. മാ അക്ഫറഹു, അവൻ എത്ര നന്ദി കെട്ടവനാണ്. അറബിയിൽ സീഗത്തു തഅജ്ജുബ് എന്ന് പറയും. മാ അഫ്അല എന്നുള്ള പ്രയോഗം, മാ അഹ്സന, എന്ത് ഭംഗിയുള്ളതാണത്. അതുപോലെ മാ അർഹമ, എത്ര കാരുണ്യമുള്ളവനാണ് അവൻ എന്നൊക്കെ പറയുന്നതുപോലെ മാ അക്ഫറഹു, എത്ര വലിയ നിഷേധിയാണ് അവൻ, അഥവാ നിഷേധിയായ മനുഷ്യൻ, എത്ര നന്ദി കെട്ടവനാണ് കാഫിറുകൾ. മിൻ അയ്യി ഷൈഇൻ ഖലഖ, അവനെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ നന്ദികേട് പറഞ്ഞതിന് ശേഷം ആ നന്ദികേടിനുള്ള കാരണം അല്ലാഹു തആല വിശദീകരിക്കുകയാണ്.
നന്ദി കെട്ടവനാവാനുള്ള കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കാതെ, അവൻ്റെ കലാമ് കേൾക്കാതെ, അവനനുസരിക്കാതെ ജീവിക്കാനുള്ള കാരണം നന്ദി കേടാണ്. ആ നന്ദി കേടിനുള്ള കാരണം എന്താണ്? അത് മനുഷ്യൻ സ്വന്തം അസ്ല് മറന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്ന് വന്നു എന്ന കാര്യം മനുഷ്യൻ മറന്നതുകൊണ്ടാണ്. അത് ഓർത്താൽ അവൻ്റെ ഈ അഹങ്കാരം മാറിക്കിട്ടും. മിൻ അയ്യി ഷൈഇൻ ഖലഖഹു, അവൻ എന്തിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, നുത്ഫയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നുത്ഫ എന്ന് പറഞ്ഞാൽ ബീജം, സ്ത്രീയുടെയും പുരുഷൻ്റെയും ബീജത്തിന് പറയുന്നതാണ് നുത്ഫ എന്നുള്ളത്. ഈ നുത്ഫയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഖലഖഹു ഫഖദ്ദറ, അത് കഴിഞ്ഞ് അവനെ അള്ളാഹു തഖ്ദീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പല പല ഘട്ടങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. ഖദ്ദറ തഖ്ദീർ എന്ന് പറഞ്ഞാൽ നിർണ്ണയിക്കുക, കണക്കാക്കുക. അപ്പോൾ ഈ ബീജത്തിൽ നിന്ന് അവൻ വളർന്ന് പടിപടിയായി മനുഷ്യരൂപത്തിലേക്ക് മാറുന്നതിന് അള്ളാഹു ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് മനുഷ്യൻ. ഈ ഘട്ടങ്ങൾ എന്താണെന്നുള്ളത് വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ തുടക്കം എവിടെ നിന്നായിരുന്നെന്ന് ഈ ആയത്തുകൾ പറഞ്ഞതുപോലെ മറ്റു പല സൂറത്തുകളിലും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യൻ താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കട്ടെ. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, തെറിച്ചു പോകുന്ന ഒരു ചെറിയ ഒരു നിസ്സാരമായ ബീജത്തുള്ളിൽ നിന്നാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, അത് നട്ടലിൻ്റെയും വാരിലിൻ്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് ഇന്നഹു അലാ റജിഇഹി ലഖാദിർ. ഈ നിസ്സാരമായ വസ്തുവിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അവനെ പുനഃസൃഷ്ടിക്കാനും അള്ളാഹുവിന് കഴിയും. അതുപോലെ തന്നെ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മണ്ണിൻ്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, ആദം അലൈഹി ഇസ്ലാമിനെ. ഫജഅൽനാഹു വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫി ഖറാരിൻ മക്കീൻ. പിന്നീട് ആദം അലൈഹി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരകളെ അവർ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? ഈ ബീജത്തിൽ നിന്നാണ്. ഫി ഖറാരിൻ മക്കീൻ, അത് സംരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിശ്ചയിക്കുകയും അതിൽ നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. ഗർഭപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. തുമ്മ ഖലഖന നുത്ഫത അലഖ ഫഖലഖന അലഖത മുദ്ഗ ഫഖലഖന മുദ്ഗത ഇളാമ ഫകസവന ഇളാമ ലഹ്മ. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. അതുപോലെ ഹദീസ് നമുക്കറിയാം, അറിയപ്പെട്ട ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 40 ദിവസം നുത്ഫയായിട്ട്, പിന്നീട് 40 ദിവസം അലഖ, ചെറിയ ഒരു മാംസ കഷ്ണമായിട്ട്, അതിനുശേഷം 40 ദിവസം മുദ്ഗയായിട്ട്, കുറച്ചുകൂടി വലിയ ഒരു മാംസമായിട്ട്. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല വളരെ ദുർബലമായ ഘട്ടങ്ങളിലൂടെയാണ് നമ്മെ വളർത്തിയുണ്ടാക്കിയിരിക്കുന്നത്. ഈ ഗർഭത്തിലുള്ള സമയത്ത്, ഉമ്മമാരുടെ വയറ്റിലുള്ള സമയത്ത്, ജീവൻ നൽകുന്നതിനും അതിനുശേഷവുമൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഒരു നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് അവസാനിക്കാവുന്ന അവസ്ഥയാണ് നമ്മുടേത്. ആ സന്ദർഭത്തിലൊക്കെ നമ്മെ സംരക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലെ, മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടി, അതിനെ സംരക്ഷിച്ച് അതിൻ്റെ ജീവൻ നിലനിർത്താൻ ഭയങ്കര ചിലവാണ്. അപ്പോൾ ഇത്രയും ദുർബലനാണ്, അത്രയും ദുർബലരായിരുന്നു നമ്മൾ. അതിന് ഇങ്ങനെയുള്ള സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ വേണം അതിനെ ജീവനോടെ നിലനിർത്താൻ. അതൊന്നുമില്ലാതെ അള്ളാഹു നമ്മെ നിലനിർത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട റിസ്ക് അവിടെ എത്തിച്ചു തന്നു, ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ അസലിനെ കുറിച്ച് അവൻ ചിന്തിക്കാത്തത് എന്താണ്? അതുകൊണ്ടാണ് മനുഷ്യൻ അഹങ്കാരിയും നന്ദി കെട്ടവനുമൊക്കെ ആയത് എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അങ്ങനെ അള്ളാഹു ഈ സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ദുർബലത ബോധ്യപ്പെടുത്തി തരുന്ന ഈ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം പറയുന്നു സുമ്മ സബീല യസ്സറ, പിന്നീട് അവന് വഴി എളുപ്പമാക്കി കൊടുത്തു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? വയറ്റിൽ നിന്ന് പുറത്തു വരാനുള്ള വഴിയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് അത്ഭുതകരമായിട്ടാണ്. ഇന്ന് എല്ലാവരും സിസേറിയനായി പ്രസവിക്കുന്നതുകൊണ്ട് നമുക്കറിയില്ല പ്രസവത്തിൻ്റെ സങ്കീർണത. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, ഈ ഇത്രയും ഭാരമുള്ള 2-3 ഒക്കെ കിലോ ഭാരമുള്ള മനുഷ്യൻ, കുട്ടി, അത് ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വഴി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മനുഷ്യൻ കാലാകാലങ്ങളായി സാധാരണഗതിയിലുള്ള പ്രസവം നടക്കുന്നത് അത് വളരെ അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. സുമ്മ സബീല യസ്സറഹു സുമ്മ അമാതഹു ഫഅഖ്ബറ, അത് കഴിഞ്ഞ് മനുഷ്യനെ അള്ളാഹു മരിപ്പിക്കുന്നു, ഖബറിലാക്കുന്നു. ഫഅഖ്ബറഹു, ഖബറിലാക്കുന്നു. സുമ്മ ഇദാ ശാഅ അൻശറ, പിന്നീട് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മനുഷ്യനെ അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്നു. അൻഷറ എന്ന് പറഞ്ഞാൽ മരണശേഷം ജീവൻ നൽകുക. അതാണ് നഷ്ർ എന്ന് പറയുന്നത്. മരണശേഷമുള്ള രണ്ടാമത്തെ ജീവൻ കിട്ടുന്നതിനാണ് നഷ്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആയത്തുകളിൽ അള്ളാഹു മനുഷ്യ ജീവിതത്തെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ഈ നന്ദി കെട്ടവനായ മനുഷ്യൻ അവൻ ചിന്തിച്ച് നോക്കട്ടെ എങ്ങനെയാണ് അവൻ ഉണ്ടായതെന്നുള്ളത്. അങ്ങനെ പറയാനുള്ള കാരണം,
മനുഷ്യനെ നന്ദി കേണ്ട അടിസ്ഥാനം ഇതാണ്. നമ്മുടെ ദുർബലത, നമ്മുടെ നിസ്സാരത നമ്മൾ മറന്നു പോവുകയാണ്. കാരണം ഇപ്പോൾ നിലവിലുള്ള ആരോഗ്യാവസ്ഥയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാൻ കഴിയും എന്നൊരു തോന്നലുണ്ട് നമുക്ക്. ഇപ്പോഴും നമ്മൾ ദുർബലരാണ്, അള്ളാഹുവിന് ആവശ്യമുള്ളവരാണ്, അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്. പക്ഷേ ഈ ആശ്രിതത്വം കൂടുതൽ ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ് നമ്മുടെ തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. അന്ന് നമുക്ക് യാതൊരു കഴിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിച്ചതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നഹ്നു ഇദാ നസീന അസ്ലന തകബ്ബർന. നമ്മൾ നമ്മുടെ അടിസ്ഥാനം, നമ്മളുണ്ടായി വന്ന തുടക്കം മറന്നാൽ നമ്മൾ അഹങ്കാരികളാവും, കിബർ വരും നമുക്ക്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളും നമ്മുടെ ബുദ്ധിയും അതൊക്കെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ നമുക്ക് അഹങ്കാരം തോന്നും. പക്ഷെ ഇതൊന്നുമില്ലാത്ത അവസ്ഥ, ബുദ്ധിയുമില്ല, ആരോഗ്യവുമില്ല, ആരുമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മെ സംരക്ഷിച്ചവനും നമുക്ക് വേണ്ടതൊക്കെ നൽകിയവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം, എന്ത് കണ്ടിട്ടാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത്? മനുഷ്യൻ്റെ ഈ അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അവ്വലുക നുത്ഫ. എൻ്റെ തുടക്കം ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്, ബീജത്തിൽ നിന്നാണ്. വ ആഖിറുക ജീഫ. അവസാനമാണെങ്കിലോ ഒരു മയ്യത്താണ്. വ അൻത ബൈനഹുമ തഹ്മിലുൽ അദറ. ഈ രണ്ട് അവസ്ഥകൾക്കും ഇടയിലോ ഈ നടക്കുന്നത് നജസുകൾ വഹിച്ചുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത്, മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ. അപ്പോൾ ഈ മൂന്ന് അവസ്ഥയും, തുടക്കവും അവസാനവും അതിൻ്റെ ഇടയിലുള്ളതും ഒക്കെ നമ്മുടെ ദൗർബല്യവും നിസ്സാരതയും ബോധ്യപ്പെടുത്തുന്ന അവസ്ഥ തന്നെയാണ്. പിന്നെ എന്താണ് അഹങ്കരിക്കാൻ നമുക്കുള്ളത്? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ ആയത്തുകൾ മനുഷ്യൻ്റെ ജീവിതം എത്ര നൈമിഷികമാണ് എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു കുറച്ച് ആയത്തുകളിലൂടെ, 3-4 ആയത്തുകൾ, അതും ചെറിയ ചെറിയ ആയത്തുകൾ, അതിലൂടെ മനുഷ്യ ജീവിതത്തെ സംഗ്രഹിച്ച് ചുരുക്കി പറഞ്ഞു തന്നിരിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാം, ജീവിതം വളരെ ചെറുതാണ്, വളരെ കുറച്ച് കാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖബറ. അത്രയേ ഉള്ളൂ. ഒരു നുത്ഫയായി, പിന്നീട് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മരിപ്പിക്കുന്നു, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. അത് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് ബോധ്യമാകും. നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ മതി. നമ്മൾ ഈ ഘട്ടം കഴിഞ്ഞ്, ഈ നുത്ഫയായി കഴിഞ്ഞ് ഇപ്പോൾ നമ്മളുള്ള അവസ്ഥയിലെത്തിയത് എത്ര പെട്ടെന്നാണ്. ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ ഓർത്ത് നോക്കിയാൽ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം അത്രയേ ഉള്ളൂ നമുക്ക് അനുഭവപ്പെടുക. ഇതുപോലെ ഒന്നുകൂടി കണ്ണടച്ച് തുറന്നാൽ നമ്മുടെ ആയുസ്സ് തീർന്നു. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് ഈ ജീവിതം ബുദ്ധിപൂർവ്വം ചെലവഴിക്കുക എന്ന് ഇതൊന്ന് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആൻ്റെ പദപരമായിട്ടുള്ള വാക്കുകളിലുള്ള സൂക്ഷ്മത, അത് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അറബിയിൽ ഫ എന്നൊരു ഹർഫുണ്ട്, വാവുണ്ട്, സുമ്മയുണ്ട്. ഇത് തമ്മിൽ വ്യത്യാസം എന്താ? വാവും ഫാവും സുമ്മയും. ഇത് മൂന്നും അത്ഫിന് ഉപയോഗിക്കുന്നതാണ്. രണ്ട് വസ്തുക്കളെ കൂട്ടി പറയാൻ വേണ്ടി, അവനും ഇവനും ഇതും അതും എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്നതാണ് ഈ 3 വാക്കുകളും, വാവ്, ഫ, സുമ്മ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാവ് എന്ന് പറഞ്ഞാൽ മുജറദുൽ അത്ഫ്, കൂട്ടി പറയാൻ വേണ്ടി മാത്രം, സെയ്ദും ഉബൈദും. അപ്പം അതിൽ അവനും അവൻ്റെ കൂടെ മറ്റേയാളും ഉണ്ട് എന്ന് മാത്രമേ അറിയിക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് വേറെ അർത്ഥമൊന്നുമില്ല വാവിന്. എന്നാൽ ഫ ആണെങ്കിലോ അൽ അദ്ഫു മഅ തഅഖീബ്, ഒന്ന് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് മുമ്പ് അടുത്തത് എന്നൊരർത്ഥം കൂടി കിട്ടും. ഉദാഹരണത്തിന് ജാ സെയ്ദുൻ ഉബൈദ് എന്ന് പറഞ്ഞാൽ സെയ്ദും ഉബൈദും വന്നു, അത്രയേ ഉള്ളൂ. ആരാണ് ആദ്യം വന്നത്? അവരൊപ്പമാണോ വന്നത്? ചിലപ്പോൾ സെയ്ദ് വന്നിട്ട് അടുത്ത മാസമായിരിക്കും ഉബൈദ് വന്നത്. രണ്ടുപേരും വന്നു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മാസം നമ്മൾ വേറെ ആളോട് സംസാരിക്കുകയാണ്. ജാ അനി സെയ്ദുൻ ഉബൈദ്, എൻ്റെ അടുത്ത് സെയ്ദും ഉബൈദും വന്നു. ഒരാൾ ഒരു ദിവസം വന്ന്, അടുത്ത ആൾ അടുത്ത മാസമാണ് വന്നത്. പക്ഷേ റിസൾട്ട് എന്താണ്? രണ്ടുപേരും വന്നു എന്ന് നമ്മളൊരാളോട് പറയും. നേരെ മറിച്ച് ജാ അനി സെയ്ദുൻ ഫ ഉബൈദ് എന്ന് പറഞ്ഞാലോ, സെയ്ദ് വന്നു, അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഉബൈദും വന്നു എന്നാണ് അർത്ഥം. താക്കീബ് അതിൻ്റെ പുറകിൽ തന്നെ സംഭവിച്ചു. സുമ്മ എന്ന് പറഞ്ഞാലോ അൽ അത്ഫു മഅ തറാഹി. തറാഹി എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് കുറച്ച് സമയമെടുത്തിട്ടാണ് അടുത്ത സംഭവം നടക്കുന്നത്. ജാ അനി സെയ്ദുൻ സുമ്മ ഉബൈദ് എന്ന് പറഞ്ഞാൽ ആദ്യം സെയ്ദ് വന്നു, പിന്നെ പിറ്റേന്നോ അടുത്ത ദിവസമോ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾ വരുന്നത്. ഇതാണ് ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസം. ഇനി ആയത്തുകൾ നിങ്ങൾ നോക്കൂ. മിൻ നുത്ഫത്തിൻ ഖലഖഹു, നുത്ഫയിൽ നിന്ന് സൃഷ്ടിച്ചു, ഫഖദ്ദറ അതിൻ്റെ തൊട്ട് പിന്നാലെയായിട്ട് അതിൻ്റെ ഘട്ടങ്ങൾ നിശ്ചയിച്ചു. നുത്ഫ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു, അലക്കയാകുന്നു, മുളകയാകുന്നു, അത് തുടർച്ചയായി സംഭവിക്കുന്നു. സുമ്മ സബീല യസ്സറ, പിന്നീട് അതിനുള്ള വഴി എളുപ്പമാക്കി. കാരണം പൂർണ്ണ വളർച്ച എത്തിയിട്ട് തന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ സുമ്മ എന്ന് ഉപയോഗിച്ചു. സുമ്മ അമാത്തഹു, പിന്നീട് അവനെ മരിപ്പിച്ചു. കാരണം ജനിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മരണം സാധാരണ നടക്കുന്നത്, 60 ഒക്കെ ആയിരിക്കും സാധാരണഗതിയുള്ള ആയുസ്. അപ്പോൾ സുമ്മ ഉപയോഗിച്ചു. ഫ അക്ബറ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ഖബറടക്കും. അപ്പോൾ ഫ ഉപയോഗിച്ചു അവിടെ. സുമ്മ ഇദാ ഷാ അൻഷറ, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നത്. അപ്പോൾ അവിടെ സുമ്മ എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ആ ഒരു ഭാഷാപരമായ സൂക്ഷ്മത ഈ ആയത്തുകളിൽ കാണാം.
ഇനി മറ്റൊരു കാര്യം സർഫ് പഠിച്ചവരോടുള്ളൊരു ചോദ്യമാണ്. അക്ബറ എന്ന് പറഞ്ഞതിൽ അക്ബറ എന്നുള്ളത് ഏത് വസ്നിൽപ്പെട്ടതാണ്? അഫ്അല. അർത്ഥം എന്താണ് അപ്പോൾ അക്ബറിൻ്റെ? നമ്മൾ അഫ്അല എന്നുള്ള വസ്നിൻ്റെ കുറേ അർത്ഥങ്ങളൊക്കെ പറഞ്ഞല്ലോ. 10 അർത്ഥമുണ്ട്. നമ്മളതിന് 3 പറഞ്ഞു. പ്രവേശിപ്പിച്ചു, ഖബറിൽ പ്രവേശിപ്പിച്ചു എന്നാ? പ്രവേശിച്ചു എന്നല്ല പറഞ്ഞു, പ്രവേശിപ്പിച്ചു എന്നില്ല. അമ എന്ന് പറഞ്ഞാൽ ഷാമിൽ പ്രവേശിച്ചു എന്നാണ്, ഷാമിൽ പ്രവേശിപ്പിച്ചു എന്നല്ല. ചെയ്യിപ്പിച്ചു എന്നുള്ള അർത്ഥമുണ്ട് വേറെ ഒന്ന്. അഫ്അല എന്ന് പറഞ്ഞാൽ തഅദിയത്ത് എന്നുള്ളൊരു അർത്ഥം നമ്മൾ പറഞ്ഞു. ലഹിക്ക ചിരിച്ചു, അൽഹക്ക ചിരിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഏതർത്ഥമാണ്? പ്രവേശിച്ചു എന്നുള്ളത് ശരിയല്ല. കാരണം ഖബറിലുള്ള പ്രവേശിച്ചു എന്നാണോ? നഊദു ബില്ലാ. എന്തായിരിക്കും അർത്ഥം? ഖബറിൽ പ്രവേശിപ്പിച്ചു എന്നാണ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അത് നമ്മൾ പറഞ്ഞ ആ അർത്ഥങ്ങളിൽ ഏതാണ് അതിലേക്ക് എത്തിക്കുന്നത്? അതിൻ്റെ സ്റ്റെപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും അറിയാം, ഖബറിലാക്കി മനുഷ്യനെ, അത്രയേ ഉള്ളൂ. ഖബറ എന്ന് പറഞ്ഞാൽ ഖബറടക്കി എന്നാണ്. അക്ബറ എന്ന് പറഞ്ഞാൽ ഖബറടക്കിപ്പിച്ചു. അങ്ങനെ നമ്മളൊരു കുടുംബക്കാരൻ മരിച്ചു, നമ്മൾ ഖബറിൽ വെക്കുന്നു. നമ്മളെക്കൊണ്ട് അള്ളാഹു അവനെ ഖബറിൽ വെപ്പിച്ചു, ദഫൻ ചെയ്യിപ്പിച്ചു. മനസ്സിലായില്ലേ? ലഹിക്ക അള്ളഹക്ക എന്ന് പറഞ്ഞ പോലെ ഖബറ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ ഖബറടക്കി. അപ്പോൾ സൂക്ഷ്മമായ അർത്ഥം എന്താണ്? അവനെ ഖബറിലാക്കി എന്നതിനേക്കാളും സൂക്ഷ്മമായത് അവനെ ഖബറടക്കം ചെയ്യിപ്പിച്ചു, അതാണ് അർത്ഥം. പക്ഷേ ഫലം ഒന്ന് തന്നെ. ثم إذا شاء أنشره كلا لما يقضي ما أمره. കല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഒരു സജറിന് വേണ്ടി, താക്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ലമ്മ യഖ്ളി, മനുഷ്യൻ പൂർത്തിയാക്കിയിട്ടില്ല. ഖള എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടപ്പിലാക്കുക. അധികവും ഗാലിബാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല, അത് തുഫൈൽ ചോദിച്ചത്, ഇപ്പോൾ ഖബറടക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, കത്തിച്ച് കളഞ്ഞ ആൾക്കാരുണ്ടാവും. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എല്ലാ ശരീഅത്തിലുള്ള കാര്യമാണ് ഖബറടക്കൽ. കാരണം അള്ളാഹു മനുഷ്യ വംശത്തെക്കുറിച്ച് മൊത്തം പറയാണ്. അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ കുറിച്ചല്ല പറയുന്നത്. മനുഷ്യനെ ഇന്ദ്രിയത്തിൽ നിന്ന് സൃഷ്ടിക്കുക എന്നത് ഏതുപോലെയാണോ അതുപോലെ അള്ളാഹുവിൻ്റെ നിയമമാണ് എന്ത്? ഖബറടക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ദ്രിയത്തിൽ നിന്നാണ് മൂസാ നബിൻ്റെ കോമിനെ സൃഷ്ടിച്ചത്, ഈസാ നബിൻ്റെ കോമിനെ സൃഷ്ടിച്ചത്, എല്ലാവരും സൃഷ്ടിച്ചത്. അപ്പോൾ അതുപോലെ എല്ലാ ശരീഅത്തുകളിലുള്ളതാണ് ഖബറടക്കൽ. അപ്പോൾ ഈ കത്തിച്ച് കളയുന്നത് വളരെ മോശമായ കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹു മനുഷ്യൻ്റെ പൊതുവായ സ്വഭാവമായിട്ടല്ലേ, കാബീലും ഹാബീലും തമ്മിൽ കൊലപാതകം നടന്നപ്പോൾ ഫബഅസ അല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർദി ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖി. ഖബറടക്കാൻ വേണ്ടി പഠിപ്പിച്ചത് ഈ കാക്കയാണ്. ആദ്യമായിട്ട് കൊലപാതകം ചെയ്തിട്ട് മയ്യത്ത് അവിടെ ഇട്ട് പോയതായിരുന്നു. അപ്പോൾ അള്ളാഹു 2 കാക്കകളെ പറഞ്ഞു, ഒരു കാക്ക മറ്റൊന്നിനെ കൊന്നിട്ട്, അല്ലെങ്കിൽ ഒരു കാക്ക ചത്ത് കിടക്കുന്നുണ്ട്, പക്ഷി, കാക്ക എന്ന് പറയുന്ന പക്ഷി, മനുഷ്യനല്ല. അപ്പോൾ ഈ പക്ഷി എന്ത് ചെയ്തു? അതിനെ മണ്ണിട്ട് മൂടി. അപ്പോൾ പക്ഷികളുടെ ഇടയിൽ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് മുതൽ ആദം നബിൻ്റെ കാലം മുതലുള്ള സംഭവമാണിത്. അതിനെതിരായിട്ട് എത്രമാത്രം മനുഷ്യൻ്റെ ഫിത്രത്തിന് വിരുദ്ധമാണ് ഈ കത്തിക്കലെന്ന് മനസ്സിലാക്കാതിരുന്നത്. ഒരു കഥ ചില മശായിഖ്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു ഈ കത്തിക്കൽ കാരണം. ഇങ്ങനെ മയ്യത്തിനെ കത്തിക്കുന്ന കൗമിൽപ്പെട്ട ഒരാൾ, അയാളുടെ അമ്മ മരിച്ചപ്പോൾ കത്തിച്ചതാണ്. അപ്പോൾ കത്തിച്ചപ്പോൾ ഈ വിറകൊക്കെ കത്തിപ്പോയി, എന്തോ മഴ പെയ്തിട്ടോ കാറ്റടിച്ചിട്ടോ എന്തോ ഈ തീ കെട്ടുപോയി. അങ്ങനെ തീ കെട്ടപ്പോൾ വിറകൊക്കെ കഴിഞ്ഞ് തുണിയും കത്തി ആൾ നഗ്നമായി കിടക്കുന്ന അവസ്ഥ വന്നു. അങ്ങനെ ഒരു ദയനീയമായ അവസ്ഥ, ആൾക്കാർ മനുഷ്യൻ തുണിയില്ലാതെ കിടക്കുന്നത് കാണേണ്ടി വന്നു. ആ രംഗം കണ്ടിട്ട് അദ്ദേഹം ഈ ദീന് ശരിയാവില്ല എന്ന് പറഞ്ഞ് മുസ്ലിമായൊരു സംഭവം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഖബറടക്കാത്തവരോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ഖബറടക്കലാണ് ഗാലിബ്. അധികവും മനുഷ്യർ ഖബറടക്കുന്നവരാണ്. ഒരു കാര്യം പറയുമ്പോൾ അധികം എന്നുള്ള അർത്ഥത്തിലല്ലേ പറയാം. കല്ല ലമ്മ യഖ്ളി മാ അമറ. ഇങ്ങനെയൊക്കെ ആയിട്ടും അള്ളാഹു ഇത്ര ദുർബലമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടും അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹു അവനോട് കൽപ്പിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നില്ല. ഖളാ യഖ്ളി എന്ന് പറഞ്ഞാൽ ഒരർത്ഥം നടപ്പിൽ വരുത്തുക എന്നർത്ഥമുണ്ട്, വിധിക്കുക എന്നർത്ഥമുണ്ട്, അതുപോലെ നടപ്പിലാക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ലമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നഹ്വിൽ നിങ്ങൾ പഠിക്കും. ലമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ ഉപയോഗിക്കുന്ന 2 ഹർഫുകളുണ്ട്. ഒന്ന് ലം, ലമ്മ. എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? ലം എന്ന് പറഞ്ഞാൽ ആ കാര്യം സംഭവിച്ചിട്ടില്ല. ലം യലിദ്, അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല. ലമ്മ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണ്, പക്ഷേ ആ കാര്യം സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതുവരെ സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇനി സംഭവിച്ചേക്കാം. വലമ്മ യഅ്തിഹിം തഅ്വീലു,
പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ ആ നിഷേധത്തിൻ്റെ പരിണത ഫലം ഇതുവരെ എത്തിയിട്ടില്ല. ഖുർആനിലെ ആയത്താണ്, വലം യഅതിഹിം തഅവീലുഹു, ഇതിൻ്റെയൊക്കെ അന്തിമ ഫലം അവർക്ക് വന്നെത്തിയിട്ടില്ല, എത്താറായിട്ടുണ്ട് എന്നർത്ഥം. ഇതുവരെ ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ് അവരിങ്ങനെ നിഷേധിക്കുന്നത്. എന്നാൽ അത് ആ ശിക്ഷ കിട്ടാൻ പോവുകയാണ്. അതുപോലെയാണ് ഇവിടെ പറയുന്നത്, കല്ലാ ലമ്മ യഖ്ളി മാ അമറ, മനുഷ്യൻ അവനോട് കൽപ്പിച്ച കാര്യം ചെയ്യുന്നില്ല, അവൻ കാഫിറായിരിക്കുന്നിടത്തോളം, അവൻ മുസ്ലിമായാൽ അവൻ അള്ളാഹു കൽപ്പിച്ച കാര്യം നടപ്പിലാക്കും. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ ത്വആമിഹി, വീണ്ടും പറയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹു തആല മനുഷ്യൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് പറയാണ്. മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് നബ വിശദീകരിച്ച സമയത്ത് വിശുദ്ധ ഖുർആൻ്റെ രീതിയാണ് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ, അവൻ്റെ സൃഷ്ടികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ടാകും. ഒന്ന് മനുഷ്യൻ്റെ സ്വന്തം നഫ്സിലുള്ളത്, രണ്ട് പ്രപഞ്ചത്തിലുള്ളത്. ഇത് രണ്ടിനെയും ഒരുമിച്ച് പറയും. സൂറത്ത് അമ്മയിൽ എന്താണ് പറഞ്ഞത്? ആദ്യം ആകാശഭൂമികളെക്കുറിച്ചൊക്കെ പറഞ്ഞു, പിന്നെ ഖലഖനാകും അസ്വാജ, മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്ത് ദാരിയാത്തിൽ വഫിൽ അർദി ആയാത്തുൽ ലിൽ മൂഖിനീൻ, ഭൂമിയിൽ യഖീനുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, വഫി അൻഫുസിക്കും, നിങ്ങളുടെ നഫ്സിലും ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് പൊതുവായ ഒരു രീതിയാണ് ഖുർആൻ. അപ്പോൾ അതുപോലെ ഇവിടെ പറയുകയാണ്, ആദ്യം മനുഷ്യൻ്റെ നഫ്സിലുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് ഫല്യൻദുരിൽ ഇൻസാനു ഇലാ ത്വആമിഹി, മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ. അന്നാ സബബ്നൽ മാഅ സബ്ബ, വെള്ളത്തെ നാം കോരിച്ചൊരിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് സർഫിൻ്റെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നു. ഈ സബ്ബ എന്ന് പറയുന്ന ഫേൽ, സബ്ബ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിഞ്ഞു. സൂറത്ത് നബയിൽ പറഞ്ഞു, വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, കോരി ഒഴിച്ചതുപോലെയുള്ള വെള്ളം മേഘങ്ങളിൽ നിന്ന് ഞാൻ ഇറക്കി. മഴയെക്കുറിച്ചാണ് പറയുന്നത്. സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖ, പിന്നീട് ഭൂമിയെ നാം പിളർത്തുകയും ചെയ്തു. എന്താണ് ഉദ്ദേശിക്കുന്നത്? വിത്തുകൾക്ക് മുളച്ചു വരാൻ ഭൂമിയിൽ വിടവുകളുണ്ടാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വരണ്ട് കിടക്കുന്ന മണ്ണിൽ മഴ പെയ്യുന്നു, അവിടെ പുല്ല് മുളക്കുന്നു, മറ്റ് ചെടികൾ, നമ്മൾ വിതച്ച വിത്തുകളൊക്കെ മുളച്ച് പൊങ്ങുന്നു, അല്ലെങ്കിൽ വീണ് കിടക്കുന്ന വിത്തുകളൊക്കെ മുളച്ച് അതിൻ്റെ ആ തൈ ഉണ്ടാകുന്നു. ഈ ഒരു പ്രക്രിയയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. വളരെ ഉറപ്പുള്ള, വളരെ ഉണങ്ങിയ മണ്ണാണ്. ആ മണ്ണ് പിളർന്ന് പുറത്തു വരുന്ന ഈ ചെറിയ ചെടിയുടെ നാമ്പുകൾ, അതെത്ര ദുർബലമാണ്. നമ്മളൊന്ന് കൈകൊണ്ട് പിടിച്ചാൽ അത് പൊട്ടിപ്പോകും. അത്രയും ദുർബലമായ ഈ വസ്തുവാണ് ഈ മണ്ണിൽ നിന്ന് പിളർത്തി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അള്ളാഹു ആ മണ്ണ് പിളർത്തി കൊടുത്തതാണ്. അതിന് കാരണങ്ങളുണ്ടാകും, ആ പ്രക്രിയക്ക് ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ടാകും. പക്ഷേ വിശദീകരണങ്ങളൊക്കെ ആരുണ്ടാക്കി? ഈ സംഗതി എങ്ങനെ നടന്നു? അത് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് തന്നെയാണ്. സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖൻ ഫഅംബത്നാ ഫീഹ ഹബ്ബ, അങ്ങനെ അതിൽ നിന്ന് ധാന്യങ്ങൾ മുളപ്പിച്ചു. ധാന്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭക്ഷിക്കുകയും പിന്നീട് എടുത്തു വെക്കുകയും ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾക്കാണ് ഹബ്ബ എന്ന് പറയുക, ഹബ്ബുൻ എന്ന് പറയുക. അരി, ഗോതമ്പ്, ഇങ്ങനെയുള്ള ദീർഘകാലത്തേക്ക് നമുക്ക് കഴിക്കാവുന്ന വസ്തുക്കൾ. വഇനബൻ വഖദ്ബ, ഇനബ് എന്ന് പറഞ്ഞാൽ മുന്തിരി. അപ്പോൾ എല്ലാ പഴങ്ങളുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, മുന്തിരി അതിൻ്റെ ഒരു ഇനം മാത്രം. വഖദ്ബ, ഖദ്ബ് എന്ന് പറഞ്ഞാൽ അൽ ആലഫു റത്ബ്, പച്ചയായ കാലിത്തീറ്റ, കാലികളുടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കന്നുകാലികൾ തിന്നുന്ന ഭക്ഷണം ഉണങ്ങിയതുണ്ടാവും, പച്ചയുണ്ടാവും. ഉണങ്ങിയത് ഇപ്പോൾ വൈക്കോലൊക്കെ ഉണങ്ങിയിട്ട് കഴിക്കും. അതല്ലാതെ പച്ചയായിട്ട് കന്നുകാലികൾ തിന്നുന്ന പുല്ല്, പച്ചപ്പുല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഖദ്ബ് എന്ന് പറയുക. ഒരഭിപ്രായം ഇതാണ്. മറ്റൊരഭിപ്രായം കുല്ലുമാ യുക്കലു റത്ബൻ, പച്ചയായി തിന്നാൻ പറ്റുന്ന, വേവിക്കാതെ തിന്നാൻ പറ്റുന്ന എല്ലാ പച്ചക്കറികളും. ഇപ്പോൾ കക്കരി, ക്യാരറ്റ്, ഇങ്ങനെയുള്ള പച്ചയായി മനുഷ്യനായാലും കന്നുകാലികൾക്കായാലും നേരെ തിന്നുന്ന പച്ചക്കറികൾ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് പഴങ്ങളും പച്ചക്കറികളുമാണ് ചുരുക്കി പറഞ്ഞാൽ. വഇനബൻ വഖദ്ബ വസൈതൂനൻ വനഖ്ല, ജൈത്തൂന് നമുക്കറിയാം, ഒലീവ്, നഖ്ല് ഈത്തപ്പന. വഹദായിഖ ഗുൽബ, ഇടതൂർന്ന തോട്ടങ്ങൾ. ഗുൽബൻ എന്ന് പറഞ്ഞാൽ ഇടതൂർന്നത്. ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം. നമ്മൾ പറഞ്ഞു ഹദീഖത്തും ബുസ്താനും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും തോട്ടാണ്. ചുറ്റും മതിലുള്ളതാണ് ഹദീഖ. കാരണം അഹ്ദഖ എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പൊതിഞ്ഞു എന്നാണ് അറബിയിൽ അർത്ഥം. ബാറക്കല്ലാഹു ഫീക്. വഫാക്കിഹത്തൻ വ അബ്ബ, അതുപോലെ പഴങ്ങൾ. അബ്ബൻ എന്ന് പറഞ്ഞാൽ എന്താ? പുല്ല്. അറബിയിൽ അബ്ബ എന്ന് പറഞ്ഞാൽ തവജ്ജഹ, ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കന്നുകാലികളെ തീറ്റാൻ വേണ്ടി മനുഷ്യൻ തിരിയുന്ന സ്ഥലം, അതാണ് മേച്ചിൽപ്പുറങ്ങൾ, അതാണ് അബ്ബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു അസർ ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഈ അബ്ബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. എന്താണ് ഉദ്ദേശിക്കുന്നത്?
അപ്പോൾ അറബിയിൽ അറിയപ്പെട്ടതാണ് അബ്ബൻ എന്ന് പറഞ്ഞാൽ. അബ്ബുൻ എന്നാണ് അതിനെ നസ്ബ് ചെയ്യുമ്പോൾ അബ്ബ എന്ന് പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുല്ലാണെന്നുള്ളത് അറബി ഭാഷയിൽ അറിയാത്ത വാക്കല്ല. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചതൊരു പക്ഷേ ഏത് തരം പുല്ലെന്നോ അങ്ങനെ മറ്റോ ആയിരിക്കാം, അതിൻ്റെ എന്തെങ്കിലും വിശദാംശങ്ങളായിരിക്കാം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അയ്യു സമാഇൻ യുദില്ലുനി, ഏത് ആകാശമാണ് എനിക്ക് തണൽ തരിക, അയ്യു അർദിൻ തുഖില്ലുനി, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക, ഇതാ ഖുൽതു ഫി കലാമില്ലാഹി ബിറഈ, അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം തോന്നിയത് പറഞ്ഞാൽ ഏത് ആകാശമാണ് എനിക്ക് തണൽ തരിക, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കുമെന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാം അതിൽ സ്വന്തം അഭിപ്രായം പറയാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അധികാരമില്ലെങ്കിൽ പിന്നെ അതിന് താഴെയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതും ഖുർആൻ വിശദീകരിക്കുന്നതുമൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം, ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് അതൊന്ന് മനസ്സിലാക്കാം. ഇന്ന് പല ആളുകളും വ്യാഖ്യാനിക്കുന്നത് കേൾക്കും, ഒരായത്ത് ഓതിയിട്ട് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യാഖ്യാനങ്ങൾ അവർക്ക് തോന്നിയത്, അതുമായിട്ട് ഒരു ആയത്ത് എന്തോ ഒരു സാമ്യം തോന്നി അപ്പോൾ അത് അങ്ങ് പറയാം. അങ്ങനെയുള്ള ആളുകളെ കാണാം. അവർ വലിയ വലിയ അഭിപ്രായങ്ങൾ പറയും ഖുർആനെക്കുറിച്ച്. ഒരാൾ പറയുന്നത് കേട്ടു, ഒരു മോട്ടിവേറ്ററാണ്. അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൻ്റെ റക്അത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കരുത്, അതുപോലെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സ്വഭാവ മര്യാദകളെക്കുറിച്ച്, മാതാപിതാക്കളോടുള്ള മര്യാദകളെക്കുറിച്ച്. അപ്പോൾ നമസ്കാരത്തിൽ ഇത്ര റക്അത്താണ്, ഇത്ര വക്താണ്, ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറയുന്നത് ഇടപാടുകളാണ്, മനുഷ്യരോടുള്ള ഇടപാടുകൾ, അത് ശരിയാക്കലാണ്, എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെയും കരുണയോടെയും ഒക്കെ പെരുമാറലാണ്. അതാണ് ദീൻ എന്ന് പറയുന്നത്. അതാണ് അടിസ്ഥാനപരമായ ദീൻ. ഇബാദത്തുകൾ അതിന് ശേഷമേ വരികയുള്ളൂ എന്ന് ഒരു വ്യക്തി, അദ്ദേഹം ഖുർആനും സുന്നത്തും പിന്തുടരുന്ന ആളുകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഖുർആൻ വ്യാഖ്യാനിക്കാൻ പ്രത്യേകിച്ച് യാതൊരു നിയമവുമില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അയാൾ നോക്കിയപ്പോൾ എവിടെയും കണ്ടില്ല. പക്ഷേ അവിടെ ആ നോട്ടം തന്നെ ശരിയായിട്ടില്ല. ഖുർആനിൽ അങ്ങനെ ഇബാദത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഒരു രോമം പറിച്ചാൽ, തലയിൽ നിന്നൊരു മുടി പറിച്ചാൽ അതിന് ബലിയെറുക്കണം എന്നുള്ള കാര്യം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശദമായ കാര്യങ്ങൾ ഇബാദത്തുകളുടെ കാര്യത്തിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ അള്ളാഹു സുന്നത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇബാദത്തുകളുടെ വിശദാംശങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കണ്ടുപിടുത്തം തന്നെ ശരിയല്ല. വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മുആമലത്തുകളുടെ പല കാര്യങ്ങളും അല്ലേ, സ്വന്തം വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെയും അവരുടെ ഉമ്മയുടെ അനിയത്തിയെയും ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല. സഹോദരിമാരെ കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ്. ഈ കാര്യം ഖുർആനിലില്ല. അപ്പോൾ അത് മുആമലത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മഹറില്ലാതെ കല്യാണം കഴിക്കുന്നത്, ഷിഹാർ, അത് ഹദീസിൽ വിലക്കിയിട്ടുള്ളതാണ്. അത് ഖുർആനിലല്ല പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പല കാര്യങ്ങളും മുആമലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഗൗരവം സഹാബത്ത് മനസ്സിലാക്കിയിരുന്നു. അവർ ഇത്ര ചെറിയൊരു കാര്യം പോലും പറയുന്നത് പേടിച്ചിരുന്നു. മതാ അല്ലക്കും വലി അൻആമിക്കും, ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുകയാണ് ഈ ഭക്ഷണമൊക്കെ ഇറക്കിയത് നിങ്ങൾക്കും അതുപോലെ കന്നുകാലികൾക്കും. ഈ ആയത്ത് വിശദീകരിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ അതിൻ്റെ നിസ്സാരത, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും ഏറ്റവും കൂടുതൽ സ്വന്തമാക്കാൻ ശ്രമിക്കേണ്ടതും ദീനാണ് എന്നതിൻ്റെ ഒരു തെളിവുണ്ട് ഈ ആയത്തിൽ. അതെന്താണ്? ഈ ഭക്ഷണത്തെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചും മഴയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം മതാ അല്ലക്കും വലി അൻആമിക്കും എന്നാണ് പറയുന്നത്. ഈ ഭക്ഷണത്തിൻ്റെ ഒരു വിശദാംശങ്ങളും അതിൻ്റെ തുടർച്ചയുമായിട്ടുള്ള കാര്യങ്ങളാണ് ദുനിയാവിൽ ബാക്കിയെല്ലാം. നമ്മുടെ ജോലിയാണെങ്കിലും ആ ജോലിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വിദ്യാഭ്യാസമാണെങ്കിലും ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങളാണെങ്കിലും സർട്ടിഫിക്കറ്റുകളാണെങ്കിലും എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ അവസാനത്തെ ലക്ഷ്യം ഭക്ഷണം കഴിക്കണം, അതാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം മതാ അല്ലക്കും വലിയ അൻആമിക്കും, നിങ്ങൾക്കും കന്നുകാലികൾക്കും പൊതുവായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ദുനിയാവിൻ്റെ ഒരു നിസ്സാരത എന്ന് മനസ്സിലാക്കാം. കന്നുകാലികൾക്ക് ഇല്ലാത്തത് എന്താണ്? അത് തക്ലീഫാണ്. ഇന്ന അറദ്നൽ അമാനത അല സമാവാതി വൽ അർദി വൽ ജിബാലി ഫഅബൈനഹ, ആകാശഭൂമികൾക്ക് വഹിക്കാൻ സാധിക്കാത്ത കാര്യം അത് ദീനാണ്. അപ്പോൾ ദീനാണ് മനുഷ്യനെയും കന്നുകാലികളെയും വേർതിരിക്കുന്ന കാര്യം. അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഫഇദാ ജാഅത്തിസ് സാഖ, അതിൽ അല്ലാഹു തആല പറയുന്നു, ഈ വിശുദ്ധ ഖുർആൻ്റെ ഉത്ബോധനമൊക്കെ നിഷേധിക്കുന്ന ആളുകൾക്കൊരു താക്കീതായി വീണ്ടും അല്ലാഹു തആല ആഖിറത്തിനെ കുറിച്ച് പറയുകയാണ്.
അല്ല, നിഷേധിക്കുന്ന ആളുകളെ നമുക്ക് ആവശ്യമില്ല എന്നതാണ് ഈ സൂറത്തിൻ്റെ ഒരു സന്ദേശമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് തെറ്റിദ്ധരിക്കേണ്ടതില്ല, അവരെ നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ വെറുതെ വിടുമെന്നല്ല, അവർക്ക് ശിക്ഷ വരാനുണ്ട്. അതിനെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. ഫഇദാ ജാഅത്തി സ്വാഖ, ഈ സ്വാഖത്ത് വന്നു കഴിഞ്ഞാൽ, സ്വാഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹ യസുഹു എന്ന് പറഞ്ഞാൽ കാതടപ്പിക്കുക, നല്ല ഒച്ച ഇട്ടിട്ട് ആ ഒച്ച കാരണം ഒരാളുടെ ചെവി അത് കേൾവി നഷ്ടപ്പെട്ടു പോവുക, അതിനാണ് സഹ യസുഹു എന്ന് പറയാം. അങ്ങനെയുള്ള സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സൂറിൽ ഊതുന്ന ഊത്താണ്. ഒന്നാമത്തെ ഊത്താണോ രണ്ടാമത്തെ ഊത്താണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ ഊത്താണ്. അത് അടുത്ത ആയത്ത് വായിച്ചാൽ മനസ്സിലാവും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, അന്ന് മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ സഹോദരനെ വിട്ട് ഓടുന്നത് മഹ്ശറിൽ വെച്ചാണ്. മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്നത് രണ്ടാമത്തെ ഊത്ത് കഴിഞ്ഞിട്ടാണ്. അന്ന് മനുഷ്യൻ പേടിച്ചോടും തൻ്റെ സഹോദരനെ ഉപേക്ഷിച്ചിട്ട്. ഫറ യഫിറു എന്ന് പറഞ്ഞാൽ പേടിച്ചോടുക. വ ഉമ്മിഹി വ അബീഹി, ഉപ്പയും ഉപ്പയും ഉപേക്ഷിച്ച് ഓടിപ്പോകും. വ സാഹിബത്തിഹി വ ബനി, തൻ്റെ കൂട്ടുകാരി ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത്, ഭാര്യയെ വിട്ടിട്ട് ഓടിപ്പോകും. വ ബനീഹി, മക്കളെ വിട്ട് ഓടിപ്പോകും. ലിക്കുൽ ഇംറിഇൻ മിൻഹും, കാരണം അടുത്ത ആയത്തിൽ വിശദീകരിക്കുകയാണ് എന്താണ് ഇങ്ങനെ ഓടാൻ കാരണം. ലിക്കുൽ ഇംറിഇൻ മിൻഹും, അന്ന് ഓരോരുത്തർക്കുമുണ്ട് യൗമ ഇതിൻ, അന്നേ ദിവസം ഷഅ്നുൻ, കാര്യങ്ങൾ, കുറേ ഇടപാടുകളുണ്ട്. യുഗ്നി, അവന് മതിയായ അത്രയും, അഥവാ അവൻ മറ്റാരെയും ശ്രദ്ധിക്കാൻ പറ്റാത്ത അത്രയും വലിയ കാര്യങ്ങൾ അവനന്ന് ചിന്തിക്കാനുണ്ടാകും. അവൻ്റെ അമലുകൾ, അവൻ്റെ ഭാവി എന്താകും, സ്വർഗത്തിലേക്കാണ് നരകത്തിലേക്കാണ്, ഇതിനെക്കുറിച്ചുള്ള വിഷമം, അതിനെക്കുറിച്ചുള്ള ആശങ്ക കാരണം അവൻ എല്ലാവരെയും മറന്നുപോകും. ഇത് നിരവധി ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബന്ധുക്കളെയൊക്കെ മറക്കും പരലോകത്ത്. ഫൈദ നുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ അൻസാബ ബൈനഹും, പിന്നെ കുടുംബബന്ധമില്ല, നസബൊന്നുമില്ല. ഇപ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മളെ കുടുംബബന്ധങ്ങളുണ്ടാവും. മരിച്ചു പോയാലും നമ്മൾ പറയും ഇന്ന മരിച്ചുപോയ ആളുടെ പേരക്കുട്ടിൻ്റെ പേരക്കുട്ടിയാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ മരണം നമ്മളെ നസബിനെ മുറിക്കുന്നില്ല. നമ്മളെ 5-ാമത്തെ 6-ാമത്തെ 8-ാമത്തെ ഒക്കെ വല്യപ്പാൻ ഓർത്ത് വെക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ സൂറിൽ ഊതിക്കഴിഞ്ഞാൽ അത് അവസാനിച്ചു. നമ്മൾ ചിലപ്പോൾ പറയും അമേരിക്കയിൽ നമ്മുടെ ബന്ധുവായ ഇന്ന ആളുണ്ട് എന്ന് പറയും. എത്ര ദൂരെ പോയാലും ആ ബന്ധം അവസാനിക്കുന്നില്ല. അതുപോലെ എന്തൊക്കെ അവസ്ഥകളുണ്ടായിരുന്നു, ദാരിദ്ര്യം വന്നാലും എന്ത് വന്നാലും നസബ് എന്ന് പറയുന്നത് അവിടെ ബാക്കിയാണ്. പക്ഷേ സൂറിൽ ഊതുന്നത് വരെയുള്ളൂ. ഫല അൻസാബ ബൈനഹും, അതിനുശേഷം പിന്നെ യാതൊരു കുടുംബബന്ധവുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ വരെ പറഞ്ഞത് എന്താണ്? യാ ഫാത്തിമ ബിൻത മുഹമ്മദ് സലീനി മിൻ മാലി മാ ശിഅ്ത്, എൻ്റെ സ്വത്ത് എത്ര വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം, മകളോട് പറയുകയാണ്. ഫല ഉഗ്നി അൻകി മിൻ അല്ലാഹി ഷൈഅ, പരലോകത്ത് വെച്ച് നിനക്ക് ഒന്നും തരാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ ഫല അൻസാബ ബൈനഹും, അന്ന് കുടുംബബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. ഈസാ അലൈഹിസ്സലാം സ്വന്തം ഉമ്മയെ അന്ന് മറന്നുപോകും എന്ന് ഹദീസിൽ കാണാം. ഏറ്റവും കൂടുതൽ ഉമ്മമാരോട് ഉള്ള ആ ബന്ധത്തിൻ്റെ മാതൃകയാണ് ഈസാ അലൈഹിസ്സലാം. തൊട്ടിൽ കിടന്നിട്ട് ഉമ്മാക്ക് വേണ്ടി സംസാരിച്ച ആളാണ്. അതുപോലെ ഉപ്പയില്ലാതെ വളർന്നതാണ്, നബിയാണ്. വബർറം ബിവാലിദത്തി, ഉമ്മയോട് ബിറുള്ളവനാണ് എന്ന് അല്ലാഹു തആല ഇങ്ങനെ എടുത്തു പറഞ്ഞ ആളാണ്. അങ്ങനെയുള്ള ഈസാ അലൈഹിസ്സലാം മറിയം അലൈഹിസ്സലാമിനെ മറന്നുപോകും. അതാണ് പരലോകത്തെ അവസ്ഥ. ലിക്കുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഇവിടെ പേടിച്ചോടുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മിൻ അഖീഹി എന്ന് പറഞ്ഞു, സഹോദരൻ എന്ന് പറഞ്ഞു. പിന്നെ ഉമ്മിഹി വ അബീഹി എന്ന് പറഞ്ഞു, ഉമ്മയും ഉപ്പയും. പിന്നെ ഭാര്യയും മക്കളും. ഇങ്ങനെ 3 പേരെയും ഈ ഒരു ഓർഡറിൽ പറയാനുള്ള കാരണം എന്താണ്? ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ആദ്യം പറഞ്ഞത് ബന്ധം കുറഞ്ഞ ആളെയാണ്, അല്ലേ? സഹോദരനേക്കാളും നമുക്ക് ബന്ധമുണ്ടാവുക മാതാപിതാക്കളോടാണ്, മാതാപിതാക്കളെക്കാളും ബന്ധമുണ്ടാവുക ഭാര്യയോടും മക്കളോടുമാണ്. നമ്മുടെ കടമ അങ്ങനെയല്ല, പക്ഷേ സാധാരണഗതിയിൽ മനുഷ്യൻ അങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെ? മാതാപിതാക്കൾ നമുക്കൊരു പ്രായമായാൽ ചിലപ്പോൾ മരിച്ചു പോകും. ചിലപ്പോൾ നമ്മളല്ലാത്ത നമ്മുടെ മറ്റൊരു സഹോദരനായിരിക്കും അവരെ നോക്കുന്നത്. അവരുമായിട്ടൊരു അകൽച്ച വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ അടുപ്പം ഉണ്ടാവുക, കൂടുതൽ ഒന്നിച്ച് ജീവിക്കുക ആരായിരിക്കും? സഹോദരന്മാരെക്കാളും ഒന്നിച്ച് ജീവിക്കുക മാതാപിതാക്കളുമായിട്ടായിരിക്കും, അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ സഹോദരന്മാരൊക്കെ ഒന്നിച്ചായിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റായി. പക്ഷെ അപ്പോഴും മാതാപിതാക്കൾ നമ്മൾ വിടുന്നില്ല. പക്ഷേ കല്യാണം കഴിച്ച് നമുക്കും കുട്ടികളായാലോ മാതാപിതാക്കളോടും കുറച്ചകലും. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? പരലോകത്ത് ഈ ഭയാനകമായ അവസ്ഥ കാണുമ്പോൾ, ഹിസാബ് കാണുമ്പോൾ, സ്വർഗ്ഗനരകങ്ങൾ മുന്നിൽ കാണുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? പേടിക്കും. പേടിക്കുമ്പോൾ ആദ്യം പേടി കൂടിക്കൂടി വരികയാണ്. ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ പേടി കൂടുകയാണ്. അപ്പോൾ ആദ്യം തന്നെ സഹോദരനെ വിട്ടോടും, പേടി തുടങ്ങി. പിന്നെ മാതാപിതാക്കളെ വിട്ട് ഓടിപ്പോകും. അതിനേക്കാൾ വലിയ ഭയാനകമായ കാഴ്ചകളും അവിടുത്തെ ആശങ്ക വർദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ സ്വന്തം ഭാര്യയും മക്കളെയും മറന്നു പോകുന്ന അവസ്ഥയാകും. ഇതാണ് കാരണമെന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. എന്നാൽ സൂറത്ത് മആരിജിൽ എന്താണ് പറഞ്ഞത്? യവദ്ദുൽ മുജ്രിമു, അന്ന് പാപികൾ ആഗ്രഹിക്കും, ലോ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി, അന്ന് മക്കളെയാണ് ആദ്യം
ബലി കൊടുക്കാൻ തയ്യാറാകുന്നത്. പിന്നെയാണ് ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അന്നെല്ലാം കണ്ടു കഴിഞ്ഞു. ഈ ബലി കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ ഭയാനകമായ കാഴ്ചകളും കണ്ടു കഴിഞ്ഞിട്ടാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മക്കളെ വിട്ടുതരാം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അടുപ്പമുള്ള ആളെയാണ് ആദ്യം പറയുന്നത്. കാരണം അവൻ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇവിടെ മഹ്ശറിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഹിസാബ്, അവൻ്റെ കിതാബ്, അത് കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആൾക്കാരെ വേർതിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് പേടി കൂടി വരുമ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തരെയായി അവൻ വിട്ടുപോകുന്നത് എന്ന് ചില മുഫസ്സിരിങ്ങൾ സൂചിപ്പിച്ചത് കാണാം. അല്ലാഹു ആലം. വുജൂഹു യൗമ ഇദിൻ മുസ്ഫിറ, അന്ന് മനുഷ്യർ രണ്ടായി വേർതിരിയും. ചില ആളുകളന്ന്, ചില മുഖങ്ങൾ അന്നേ ദിവസം മുസ്ഫിറത്തുൻ, മുസ്ഫിറത്തായിരിക്കും. എന്താണ് മുസ്ഫിറ എന്ന് പറഞ്ഞാൽ? അസ്ഫറ എന്നുള്ളതിൻ്റെ ഇസ്മുൽ ഫായിലാണ് മുസ്ഫിറത്തുൻ എന്നുള്ളത്. എന്താണ് അസ്ഫറ എന്ന് പറഞ്ഞാൽ? പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം. നമ്മൾ പറഞ്ഞു സീന്, ഫ, റ, ഈ 3 അക്ഷരങ്ങൾ കൂടിയാൽ അതിന് കിഷാഫ്, പ്രകടമാവുക എന്നാണ് അർത്ഥം. അല്ലെ, മുഖം തുറക്കുന്നതിന് സുഫൂർ എന്നാണ് പറയാം. ഒരു സ്ത്രീ നിഖാബ് മാറ്റിയാൽ അതിന് അസ്ഫറത്ത് അൻ വജിഹിഹ, മുഖം തുറന്നു എന്ന് അസ്ഫറ എന്നാണ് പറയാം. സഫർ എന്ന് യാത്രക്ക് പേര് വരാൻ കാരണം എന്താണ്? യാത്രയിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന അഭിനയമൊക്കെ മാറിയിട്ട് നമ്മൾ ഒറിജിനൽ സ്വഭാവം പുറത്തു വരും എന്നാണ് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. നേരം വെളുക്കുന്നതിന് അസ്ഫറ സബാഹ് എന്ന് പറയും. രാവിലെ പ്രഭാതം പ്രകടമായി തെളിഞ്ഞു വന്നു എന്ന് പറയും. ഒരായത്തുണ്ടല്ലോ, വസ്സുബ്ഹി ഇദാ അസ്ഫർ, പ്രഭാതം അത് പ്രകടമായാൽ എന്ന് സൂറത്ത് മുദ്ദസ്സിറിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ചില മുഖങ്ങളന്ന് പ്രകാശിക്കും, സന്തോഷം കൊണ്ട് പ്രകാശിക്കും. ളാഹിഖത്തുൻ മുസ്തബ്ശിറ, അവർ ചിരിച്ചുകൊണ്ടിരിക്കും സന്തോഷത്തോടു കൂടി. വവുജൂഹുൻ യൗമ ഇദിൻ അലൈഹ ഗബറ, മറ്റ് ചില മുഖങ്ങൾ അന്ന് അതിൻ്റെ മുകളിൽ പൊടി പിടിച്ചിരിക്കും. പൊടി പിടിച്ച ചില മുഖങ്ങളുണ്ടാകും. തർഹഖുഹ ഖതറ, ഒരു ഇരുട്ട് ആ മുഖത്തെ വലയം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ കറുത്ത് പൊടി പിടിച്ച ചില മുഖങ്ങളുണ്ടാകും. ചിരിച്ച് സന്തോഷിക്കുന്ന ചില മുഖങ്ങളും ഉണ്ടായിരിക്കും. ആരാണ് ഈ കറുത്ത ആളുകൾ? ഉലായിക ഹുമുൽ കഫറത്തുൽ ഫജറ, കാഫിറുകളും ഫാജിറുകളുമായ ആളുകളായിരിക്കും. പരലോകത്ത് മുഅ്മിനീങ്ങളും കാഫിരീങ്ങളും രണ്ടായി വേർതിരിയുമ്പോൾ മുഅ്മിനീങ്ങളുടെ മുഖം പ്രകാശിക്കും, കാഫിരീങ്ങളുടെ മുഖം കറുത്തരണ്ടു പോകും. ഇത് വിശുദ്ധ ഖുർആനിൽ പല തവണ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ പ്രകാശിക്കുകയും വെളുക്കുകയും ചില മുഖങ്ങൾ കറുത്തു പോവുകയും ചെയ്യുന്ന ദിവസം. അതുപോലെ തന്നെ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ ചെയ്ത ആളുകൾ അവർക്ക് സ്വർഗവും, സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ മുഖം കാണുന്നത് പോലെയുള്ള അധികരിച്ച പ്രതിഫലവും ഉണ്ടായിരിക്കും. വലാ യർഹഖു വുജൂഹഹും ഖതറുൻ വലാ ദില്ല, അവരുടെ മുഖത്ത് ഈ കരുവാഴ്ചയോ നിന്ദ്യതയോ ഉണ്ടാവുകയില്ല. ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് സ്വർഗാവകാശികൾ. അതുപോലെ വല്ലദീന കസബു സയ്യിആതി ജസാഉ സയ്യിഅത്തിൻ ബിമിസ്ലിഹ, പാപങ്ങൾ ചെയ്തവർ അവർക്ക് തുല്യമായ പ്രതിഫലം ഉണ്ടാകും. വല്ലദീന കസബു സയ്യിആതി ജസാഉ സയ്യിഅത്തിൻ ബിമിസ്ലിഹ വതർഹഖുഹും ദില്ല, അവർക്ക് നിന്ദ്യതയുണ്ടാകും. മാ ലഹും മിനല്ലാഹി മിൻ ആസിം, അവർക്കൊരു സംരക്ഷകനും ഉണ്ടാവുകയില്ല. കഅന്നമ ഉശിയത് വുജൂഹും ഖിതഅൻ മിനൽ ലൈലി മുദ്ലിമ, അവരുടെ മുഖം രാത്രിയുടെ ഒരു കഷണം എടുത്ത് വെച്ചു കൊടുത്ത പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രാത്രി, ഇരുട്ട് പിടിച്ച രാത്രി, ആ രാത്രിയുടെ നിറം എന്തായിരിക്കും? അതായിരിക്കും അവരുടെ മുഖം, കറുപ്പായിരിക്കും. പേടി കൊണ്ട് അവരുടെ മുഖം കറുത്തുപോകും എന്ന് സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം. അപ്പോൾ ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് ശക്തമായ ഒരു താക്കീതിലൂടെയാണ്. ഇങ്ങനെ നിഷേധിച്ചു പോകുന്ന ആളുകൾ അവരെ കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനോ അള്ളാഹുവിനോ ഈ കിതാബിനോ യാതൊരു നഷ്ടവുമില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞു. അതോടൊപ്പം നിഷേധികൾക്ക് അവർക്കായിരിക്കും നഷ്ടം എന്ന കാര്യം പറഞ്ഞുകൊണ്ട് സൂറത്ത് അവസാനിപ്പിച്ചു. സൂറത്തിൻ്റെ ഉദ്ദേശം ഇതാണ്: ഈ ദീന് പഠിക്കുക, അത് അമല് ചെയ്യുക, ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. അതാരാണോ ചെയ്തത് അവൻ രക്ഷപ്പെട്ടു, ആരാണോ നിഷേധിച്ചത് അള്ളാഹുവിന് അവൻ്റെ നിഷേധം കൊണ്ടൊരു നഷ്ടവും വരികയില്ല. അതുപോലെ തന്നെ ഈ കിതാബ് കൊണ്ട് ഉപകാരം കിട്ടുക ആർക്കാണ്? ഈ ഉത്ബോധനം കൊണ്ട് ഉപകാരം കിട്ടുക ആർക്കാണ്? വഹുവ യഖ്ഷ, അള്ളാഹുവിനെ പേടിക്കുന്നവനാണ്. അള്ളാഹുവിനെ ആദ്യം പേടിക്കണം, എന്നിട്ട് ഖുർആൻ പഠിക്കണം. എന്നാലാണ് ഖുർആൻ കൊണ്ട് ഉപകാരം ഉണ്ടാവുക. അതാണ് സഹാബത്ത് പറഞ്ഞത്, തഅല്ലംനൽ ഈമാൻ സുമ്മ തഅല്ലംനൽ ഖുർആൻ. ഞങ്ങൾ ആദ്യം ഈമാൻ എന്താണെന്ന് പഠിച്ചു, അള്ളാഹിനെക്കുറിച്ച് പഠിച്ചു, പരലോകത്തെക്കുറിച്ച് പഠിച്ചു. സുമ്മ തഅല്ലംനൽ ഖുർആൻ, പിന്നെയാണ് ഖുർആൻ പഠിച്ചത്. ഫസ്ദദ്നാ ബിൽ ഖുർആൻ ഈമാനൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിച്ചു. ആദ്യം ഉണ്ടായിരുന്ന ആ ഖശിയത്ത് പിന്നെയും കൂടി ഖുർആൻ പഠിച്ചു. നേരെ തിരിച്ചാണെങ്കിൽ മുനാഫിക്കുകളുടെ അവസ്ഥയായിരിക്കും. മുനാഫിക്കുകൾ അവർ ഖുർആൻ ഓതും, എന്നാൽ ആ ഖുർആൻ കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. അതുപോലെ ഖവാരിജുകളെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുജാവിസു തറാഖിയഹും, ഖുർആൻ താഴേക്ക് ഇറങ്ങുകയില്ല. കാരണം അവരുടെ ഇഖ്ലാസും അവരുടെ നിയ്യത്തും അത് ദുർബലമാണ്. അതുകൊണ്ടാണ് ഖുർആൻ കൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാവാതിരുന്നത്. യുദുല്ലു ബിഹി കസീറൻ,
അള്ളാഹു ഖുർആൻ കൊണ്ട് ചില ആളുകളെ പേപ്പിക്കും എന്ന് പറഞ്ഞു. അത് നല്ല നിയ്യത്തില്ലാതെ പഠിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അപ്പോൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്ന ആളുകൾക്കാണ് ഖുർആൻ കൊണ്ട് ഉപകാരം ഉണ്ടാവുക. ഇത്രയുമാണ് ഈ സൂറത്തുകളുടെ ആശയങ്ങൾ. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.